അപ്പം ഇന്ന് നമുക്ക് കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞാലോ. ഞാനൊരു കൊടുങ്ങല്ലൂർക്കാരിയാണ്. ഞാൻ വായിച്ചതും കേട്ടതും ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടുത്തെ ദേവി, അവിടെ ഏതൊക്കെ മൂർത്തികളുണ്ട് എന്നതിനൊക്കെ കുറിച്ച് ഉൾപ്പെടുത്തിയ ഒരു കുഞ്ഞ് വ്ലോഗാണെന്ന് നമുക്ക് പറയാം അല്ലേ. വ്ലോഗാണ് കേട്ടോ ചെയ്യണത്. കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായൊരു ദേവീക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം. ഐതിഹ്യപ്രകാരം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി പരശുരാമൻ 192 ദേവീക്ഷേത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ 64 ശിവക്ഷേത്രങ്ങളും 64 വിഷ്ണു ക്ഷേത്രങ്ങളും 64 ദേവീക്ഷേത്രങ്ങളും തന്നെയുണ്ട്. അതിൽ 4 ദേവീക്ഷേത്രങ്ങളുണ്ട്. അതിലൊരു പ്രധാന ദേവീക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം. കൊടുങ്ങല്ലൂർ നഗരത്തിൻ്റെ ഭാഗമായി ഏകദേശം 10 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ചുറ്റും ആൽവൃക്ഷങ്ങളാൽ നിബിഡമായ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം. ഭദ്രകാളിയെ കുടിയിരുത്താൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെയധികം തന്ത്രവിദ്യകൾ ഉപയോഗിച്ച് ഭദ്രകാളിയെ ആദ്യം കുടിയിരുത്തിയത് കൊടുങ്ങല്ലൂരിലാണെന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ദേവീക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ ദേവീക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനം കൊടുങ്ങല്ലൂരാണ്. ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയെങ്കിലും ക്ഷേത്രനാഥൻ ഇവിടെ ശിവനാണ്. ഗുരുതി സംവിധാനത്തിലാണ് ക്ഷേത്രപ്രതിഷ്ഠ. ഇതനുസരിച്ച് ശിവനെ സ്വതന്ത്രമായി കിഴക്ക് മുഖമായാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. വടക്കു ദർശനമായി നിലകൊള്ളുന്ന ഭദ്രകാളിയുടെ പ്രതിഷ്ഠ പുറത്തു നിന്നാൽ ചൊവ്വന് ദർശനമാണ്. വടക്കു ദർശനമായുള്ള മുഖത്ത് ദേവിയുടെ രൗദ്രരൂപം ചൊവ്വന് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. പുറത്തു നിൽക്കുന്ന ഭക്തനെ ദേവിയുടെ രൗദ്രരൂപം ചൊവ്വന് വ്യക്തമാകുന്ന രീതിയിലാണ് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ കിഴക്കുഭാഗമായി നിലകൊള്ളുന്ന പ്രതിഷ്ഠ ക്ഷേത്രപാലകൻ്റേതാണ്. ക്ഷേത്രപാലകൻ ക്ഷേത്രത്തിൻ്റെ സംരക്ഷകനാണ്. ശർക്കര പായസത്തിൽ തൈര് ചേർത്തുണ്ടാക്കുന്ന പുളിച്ചാമൃതമാണ് ക്ഷേത്രപാലകൻ്റെ പ്രധാന നിവേദ്യം. ഇവിടെ 2 നേരം പൂജയുണ്ട്. എന്നാൽ എപ്പോഴും നട തുറക്കണമെന്നില്ല. അടഞ്ഞു കിടക്കുന്ന വാതിൽ കഴിയിലൂടെ ക്ഷേത്രപാലകനെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. ക്ഷേത്രപാലകൻ്റെ വിഗ്രഹം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ക്ഷേത്രപാലകൻ്റെ വിഗ്രഹം ഗോപുരത്തിൽ തട്ടുന്നതോടെ ലോകം അവസാനിക്കുമെന്നുള്ളൊരു വിശ്വാസവും ഇവിടെ നിലകൊള്ളുന്നുണ്ട്. ഗുരുതി സമയങ്ങളിൽ ക്ഷേത്രപാലകനു മുന്നിൽ 108 നാളികേരം മുടക്കുകയും മുഖത്ത് കളഭം പൂശുകയും 108 തോർത്ത് വസ്ത്രമുടുപ്പിക്കുകയും ചെയ്യും. ക്ഷേത്രപാലകന് ചുറ്റും തോരണം തൂക്കുകയും ചെയ്യും. ഉച്ചപൂജയ്ക്കുള്ള പുളിച്ചാമൃതം ക്ഷേത്രപാലകന് പ്രിയപ്പെട്ടതാണ്. ശർക്കര പായസത്തിൽ തൈര് ചേർത്തുണ്ടാക്കുന്ന പുളിച്ചാമൃതം കേരളത്തിൽ മറ്റൊരു ക്ഷേത്രങ്ങളിൽ നിവേദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രപാലകൻ്റെ വിഗ്രഹവും അത്രയ്ക്കും പ്രാധാന്യമർഹിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ തുലാഭാരം നടത്തുന്നതും നാളികേരം മുടക്കുന്നതുമെല്ലാം ക്ഷേത്രപാലകന് മുന്നിൽ തന്നെയാണ്. പുറത്ത് പ്രദക്ഷിണ വഴിയിലായി കിഴക്കു ദർശനമായി കാണുന്ന ഒരു ചെറിയ വിഗ്രഹം കൂടിയുണ്ട്. അത് ശ്രീ തവിട്ടുമുത്തിയുടേതാണ്. ശ്രീഭദ്രകാളിയുടെ അതേ രൂപം തന്നെയാണ് തവിട്ടുമുത്തിക്കുമുള്ളത്. കാവിലമ്മയുടെ അമ്പലത്തിനകത്ത് പടിഞ്ഞാറ് മൂലയിലാണ് ഗണപതി പ്രതിഷ്ഠ. ഉണ്ണിയപ്പം നിവേദ്യമാണ് ഗണപതിയുടെ പ്രധാന വഴിപാട്. അതിപ്രധാനമായ ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഗുരുതി. ഗുരുതി നടക്കുന്നത് ശ്രീകോവിലിൽ വെച്ചല്ല. അത് വസുരമാലയുടെ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇവിടെ ഗുരുതി നടക്കുന്നത്. ഗുരുതിക്ക് മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർത്ത് കുഴച്ച് വിഗ്രഹം മുഴുവൻ ചാർത്തും. ആ ചാർത്തിയ മഞ്ഞളും കുങ്കുമവും പ്രസാദമായി ഇവിടെ നൽകുകയും ചെയ്യാറുണ്ട്.
ജാതി വർണ്ണ വ്യത്യാസമില്ലാതെ ജനങ്ങളെല്ലാം പങ്കെടുക്കുന്ന വേറൊരു ഉത്സവം കൂടിയാണ് താലപ്പൊലി. 4 ദിവസമാണ് ഇവിടെ താലപ്പൊലി നടക്കാറ്. മകരം 1 മുതൽ 4 വരെയാണ് താലപ്പൊലി നടക്കുന്നത്. താലപ്പൊലി ആഘോഷങ്ങൾ പങ്കെടുക്കുന്നതിനായി ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരികയും ചെയ്യാറുണ്ട്. താലപ്പൊലിയുടെ പ്രധാന ആകർഷണം രാത്രിയും പകലുമെല്ലാം നിരന്നു നിൽക്കുന്ന ഗജവീരന്മാരാണ്. 9 ഗജവീരന്മാരെയാണ് താലപ്പൊലി സമയത്ത് അണിനിരക്കാറുള്ളത്. ഇവിടെ താലപ്പൊലി കഴിഞ്ഞാലും ക്ഷേത്രം അടയ്ക്കുകയില്ല. രാത്രിയും പകലും പൂജയുള്ളതുകൊണ്ട് ക്ഷേത്രം ഏത് സമയത്തും തുറന്നിടുകയാണ് ചെയ്യാറ്. എല്ലാവരും താലപ്പൊലി മഹോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. എല്ലാവർക്കും താലപ്പൊലി മഹോത്സവത്തിൻ്റെ സമയത്ത് അമ്പലത്തിൽ വരികയും ഒരുപാട് ജനങ്ങൾ അങ്ങോളം ഇങ്ങോളം നിന്ന് എത്തിച്ചേരാറുണ്ട്. എല്ലാവരും രാത്രിയും പകലും അവിടെ സമയം ചെലവഴിക്കുകയാണ് ചെയ്യാറ്. ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകാറുണ്ട്. റെയ്ഡും കാര്യങ്ങളുമായിട്ട് അന്നത്തെ 4 ദിവസം കൊടുങ്ങല്ലൂർക്കാർ ആഘോഷത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. ചുറ്റും നിറയെ ആൾക്കാരും ഷോപ്പുകളും ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയൊരു മഹോത്സവമാണ് കൊടുങ്ങല്ലൂർ താലപ്പൊലി നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഭരണിയും നടക്കുന്നുണ്ട് കൊടുങ്ങല്ലൂർ. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞങ്ങൾക്ക് പിന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഭരണി സമയത്ത് അവർ വരുന്നതും അവിടുത്തെ ചടങ്ങുകളും അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ബായ്.